ഹായ് ഫ്രണ്ട്സ്, യൂസോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫിന്റെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു റോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കിയിടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫിന്റെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ബീഫ് ബ്രെയിൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോത്തിൻ്റെ തലച്ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും, അളവ് പറയണില്ല. ഇനി അത് മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഈ ഇത് ബ്രെയിനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. ഞാൻ ചെറുതായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് മൂടിയിടാം. ഇനി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, പിന്നെ മൂടിയിടുക. അങ്ങനൊരു കുറച്ച് പ്രാവശ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി അത് മാറ്റി വെക്കുക. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ 3 മുട്ടയാണ്, എഗ്ഗ്. അപ്പോൾ ആ എഗ്ഗിക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിൽ മാറ്റം വരുത്തുക. ഒരു സ്പൂണ് മുകളിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ താഴേക്ക് എടുക്കുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഒരു സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ച്. ഇനി ഇത് നന്നായി അവിടെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി കലക്കിയെടുക്കുക. അപ്പം ഇനി അത് മാറ്റി വെക്കുക. ഇനി ഗ്യാസുമ്മ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ അവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള അല്ലെങ്കിൽ ഒരു ചെറിയ 2-3 എണ്ണ എടുക്കുക. നല്ല വലിപ്പമുള്ള സവാള തന്നെയായിരുന്നു. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക, വഴറ്റിയെടുക്കുക. വീണ്ടും ഇത് സവാള വഴന്ന് വരുന്ന സമയത്തോട്ട് ആഡ് ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊക്കെ നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് നേരത്തെ ചെറുതായി ഫ്രൈ ചെയ്ത് വെച്ച ബ്രെയിന് ആ വെളിച്ചെണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ നേരത്തെ നമുക്കൊന്ന് ഉടക്കുക, ചെറിയ കഷ്ണങ്ങളാക്കുക. ലോ ഫ്ലെയിമിലാട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഈ നേരത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാട്ടോ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതാണ് ഉണ്ടായത്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് മൂടിയൊന്ന് തുറക്കാം. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുക്കണം. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഉടച്ചെടുക്കുക. നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ ചെറിയൊരു കുറവ് വന്നു. അപ്പോൾ ഉപ്പ് ഒരു 1/2 സ്പൂണും കൂടിയും കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ചെറിയ പണിയും കൂടി ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എഗ് മിക്സ് ഉണ്ടാക്കി മാറ്റി വെച്ചില്ലേ, അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു പോത്തിൻ്റെ ബ്രെയിനിലേക്ക് 3 മുട്ട എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു മണം തന്നെ കേട്ടോ വരിക. നല്ലൊരു മണം തന്നെയാണ് വരിക. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് ഇടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ബ്രെയിൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ചോറിൻ്റെ ഒപ്പം മാത്രമല്ല, നമ്മുടെ പത്തിരിയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം അല്ലാണ്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനാട്ടി മുമ്പ് ഇതിൽ നിന്ന് കുറേ പോയിണ്ടായിരുന്നു. ഞാൻ നടന്ന് തിന്നലായിരുന്നു പണി. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.